എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മീൻകറിയുടെ ടേസ്റ്റിൽ തയ്യാറാക്കുന്ന ഒരു കോവയ്ക്ക റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇത് തയ്യാറാക്കുവാനായി ആദ്യം തന്നെ 1/2 കിലോ കോവയ്ക്ക കഴുകി വൃത്തിയാക്കിയ ശേഷം നീളനെ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാള നീളനെ കനം കുറഞ്ഞ് കഷ്ണങ്ങളായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തോല് കളഞ്ഞ് നീളനെ കഷ്ണങ്ങളാക്കിയതും 4 പച്ചമുളക് നടുകീറിയതും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി കൈകൊണ്ട് തന്നെ എല്ലാം തിരുമ്മി യോജിപ്പിക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ഈ സമയം കൊണ്ട് കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി അരമുറി നാളികേരം മിക്സിയുടെ ജാറിൽ ചേർത്ത് ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുത്ത ശേഷം പിന്നീട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. 10 മിനിറ്റിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് അടുപ്പത്ത് വെച്ച് നമുക്ക് ഈ കഷ്ണങ്ങൾ ഒരു 1/4 ഭാഗം വെന്തു വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ കോവയ്ക്കൊക്കെ ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിനു ശേഷം 2 തക്കാളി നീളനെ കനം കുറച്ച് അരിഞ്ഞതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി നമുക്കിത് കുക്ക് ചെയ്യാം. ഇപ്പോൾ കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ ആവശ്യത്തിന് വെന്തും വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അത് നന്നായി ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് അത് പൊട്ടി വരുമ്പോൾ 2 വറ്റൽ മുളക് നടുവൊന്ന് പൊട്ടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നന്നായി മൂത്ത് വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചട്ടിക്കുള്ള ആ ചെറിയ ചൂടിൽ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി കറി നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇപ്പോൾ കോവയ്ക്ക കൊണ്ടുള്ള കറി തയ്യാറായിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ നല്ല ടേസ്റ്റോട് കൂടിയ ഒരു കറിയാണിത്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.